കൊല്ലം കുളത്തൂപ്പുഴയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം ശക്തം. വനവും എണ്ണപ്പനകളുമൊക്കെ നിരവധിയുള്ള പ്രദേശത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ സമയം കിലോമീറ്ററുകൾ താണ്ടി വേണം അഗ്നിശമന സേനയ്ക്ക് ഇവിടേക്കെത്താൻ. കാലങ്ങളായി കുളത്തൂപ്പുഴയിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഒരു ഫയർ സ്റ്റേഷൻ. പ്രദേശത്ത് തീപിടുത്തമുണ്ടായാൽ എല്ലാം കഴിഞ്ഞിട്ടാകും കിലോമീറ്ററുകൾ താണ്ടി കടക്കലിൽ നിന്നോ പുനലൂരിൽ നിന്നോ അഗ്നിശമന സേന എത്തുക. മാസങ്ങൾക്ക് മുൻപാണ് കുളത്തൂപ്പുഴയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തീപിടുത്തമുണ്ടായത്. വലിയ രീതിയിൽ എണ്ണപ്പനകൾ കത്തി നശിച്ചു. എസ്റ്റേറ്റിന് വലിയ നഷ്ടമുണ്ടായി. വനത്താൽ ചുറ്റപ്പെട്ട മേഖലയിൽ അടിക്കടി തീപിടുത്തമുണ്ടാകും. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തതിനാൽ ജനങ്ങളും പൊറുതിമുട്ടി. ഫയർ സ്റ്റേഷൻ വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു. കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ആവശ്യമാണെന്ന്. ഈ ഫയർ സ്റ്റേഷനുമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ കാലാകാലങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ള MLA-മാരോടും ഇവിടുത്തെ ജനപ്രതിനിധികളോടും ഇവിടെ പഞ്ചായത്തിനോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊക്കെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യവും നടത്താതെ ഇവിടെ ജനങ്ങളെ, വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു സമീപനവുമായിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം രാഷ്ട്രീയക്കാർ കാരണം നടപ്പിലാകുന്നില്ല എന്നാണ് പരാതി. മാറി മാറി വന്ന സർക്കാരുകൾക്ക് ജനങ്ങൾ പലതവണ നിവേദനം നൽകി. 2017-18 കാലത്ത് ഫയർ സ്റ്റേഷനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് അത് നടപ്പിലായില്ല. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ വേനൽക്കാലത്ത് വലിയ അപകടമുണ്ടാകുമെന്നതാണ് നാട്ടുകാരുടെ ആശങ്ക. ജനം, കൊല്ലം.